അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നായയെ നമ്മൾ തൊട്ടാലോ നായ നമ്മെ തൊട്ടാലോ, നമ്മുടെ വീടുകളിലെ പാത്രങ്ങളിലോ മറ്റോ സ്പർശിച്ചാലോ 7 തവണ പോയിട്ട് ഒരു തവണ പോലും കഴുകേണ്ടതില്ല. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ? നമുക്ക് നോക്കാം. ഇസ്ലാമിൽ മുഗല്ലദായ അഥവാ കഠിനമായ നജസാണ് നായ. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മിൽ ഒരുപാട് പേർ നായയെ സ്പർശിക്കൽ ഹറാമാണെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ധാരണ തികച്ചും തെറ്റാണ്. നായ ഒരിക്കലും ഹറാമല്ല, മുഗല്ലദായ നജസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നായയെ തൊടുന്നതോ തലോടുന്നതോ രോഗാവസ്ഥയിൽ അതിനെ പരിചരിക്കുന്നതോ ഒരിക്കലും ഹറാമല്ല, തെറ്റല്ല, നിഷിദ്ധമല്ല. ഒരിക്കലും ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യവുമല്ല അത്. എന്നാൽ എപ്പോഴാണ് നായ തൊട്ടാൽ കഴുകേണ്ടതില്ലാത്തത്? നമ്മുടെ ശരീരത്തിലോ വീടുകളിലെ പാത്രങ്ങളിലോ ഒരു നായ സ്പർശിച്ചു എന്ന് കരുതുക. നമ്മുടെ ശരീരത്തിൽ നനവില്ല, നായയുടെ ശരീരത്തിൽ നനവില്ല എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ഒരു തവണ പോലും കഴുകേണ്ടതില്ല. പിന്നെ എപ്പോഴാണ് കഴുകേണ്ടത്? നായയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ രണ്ടാളിലൊന്നിൽ നനവുണ്ടെങ്കിൽ മാത്രമാണ് 7 തവണ കഴുകേണ്ടത്. അതിലൊരു പ്രാവശ്യം കഴുകേണ്ടത് ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം. ഇതാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സിറ്റൗട്ടിൽ നായ കയറി കടന്നാൽ വൃത്തിയാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നായയുടെ ശരീരത്തിലോ നായ കിടന്ന സ്ഥലത്തോ നനവുണ്ടോ എന്നുള്ളതാണ്. നനവുണ്ടെങ്കിൽ മാത്രം 7 തവണ കഴുകുക. അതിൽ നിന്ന് ഒരു പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവുകയും ചെയ്യുക. ജീവിതത്തിൽ പകർത്താൻ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.